അസ്സലാമു അലൈക്കും. സാബിറ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ? എൻ്റെ ഈ സുന്ദരമായ മുഖവും വെച്ച് അങ്ങ് വീഡിയോ ചെയ്താൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്കറിയാലോ? ആരിക്ക്? കേൽ ബജ്ജി, മലപ്പുറം ആരിഫ, അങ്ങനെ ഒരുപാട് ചാനലുകാരുണ്ട് ഈ സുന്ദരമായ മുഖവും വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു. നല്ല ഡോളറും കയറുന്നുണ്ട്, വീച്ചും കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വീഡിയോസും കണ്ട്. ഇപ്പം ഭർത്താവിന് വീഡിയോസ്, ഭാര്യക്ക് വീഡിയോസ് കൊണ്ട് പൂരം തന്നെ. എന്ത് ഡോളർ നല്ലോണം അടിച്ച് കയറുന്നുണ്ടല്ലോ. കേറിക്കോട്ടെ, ഡോളർ വാങ്ങിക്കോട്ടെ, പക്ഷേ മാന്യ മര്യാദയിൽ ഡോളർ വാങ്ങണം. ഇതാരോടെ നിങ്ങൾ പറയുന്ന സാബീത്താന്ന് പറയും. ഇങ്ങോട്ട് ബാ മക്കളെ. എവിടെയാണോ അതിൽ തന്നെയാണ് അള്ളാഹു ഉണ്ടാവുക. ഞാൻ നിങ്ങളെ മുന്നിൽ ലെവലേഷൻ കളവ് പറഞ്ഞിട്ട് ഒരു വീഡിയോസ് ഞാൻ ഇടയില്ല. ഉസ്താദുമാരോട് ഉസ്താദെ നിങ്ങൾ ഇന്നേത് പറയണേ, എങ്ങനെയാണോ ഉസ്താദെ നിങ്ങൾ നമ്മളോട് പറഞ്ഞു തരുക, ഇങ്ങനെയാണോ പഠിച്ചോ കൽപ്പിച്ചത് എന്നുള്ള വാക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കത് കുറ്റമായിട്ടും പരാജയമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഉസ്താദിനെ കുറ്റം പറയുന്നുണ്ട്. അല്ലേ? ഈ മലപ്പുറം ആരിഫ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവും 3-4 മക്കളും ഭാര്യയുള്ളവരല്ലേ ഇവൻ പിടിച്ചിട്ടത്. ഇത് അവനെ കുടുംബക്കാർക്ക് എല്ലാം അറിയാലോ. എന്നിട്ട് ആ ഭർത്താവ് വന്നിട്ട് ഇപ്പൊ വീഡിയോസ് ചെയ്യുന്ന അവനിക്ക് 3-4 മക്കളും ഭാര്യ ഉള്ളോളെയാ പിടിച്ചെടുത്തേന്ന് നിങ്ങൾക്കറിയാലോ എന്ന് അത് എവൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ അറിയണം മുത്തുമണികളെ, നിങ്ങൾ അറിയണം. എവൻ്റെതും ആരിഫാൻ്റെതും പ്രായം നിങ്ങൾക്കറിയാലോ, അല്ലേ? അപ്പം ഇവൻ തന്നെ ഇനി തന്നെ വിളിച്ചു പറഞ്ഞില്ലടാ, ഇനി തന്നെ വിളിച്ചു പറഞ്ഞില്ലേ? പറട്ടെ ബാ. അപ്പൊ ഞാൻ അവളെ പഴയ ചാനലെല്ലാം നോക്കിയപ്പോഴാണ് അവൻ തന്നെയാണ് ഇവൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യന്മാരെ പോലത്തെ മനുഷ്യന്മാർ ഏഴാളുണ്ടാവും എന്നെല്ലാം പറയുന്നേക്കാം. അപ്പൊ ഞാനാദ്യം വെച്ചപ്പം വേറെ ഏതോ ഒരുത്തനാന്നാ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, എവനാണ് ഓളെ വീഡിയോസിൽ എന്നെ കൊണ്ട് കുറ്റപ്പെടുത്തിയിട്ട് എവന്റെ ഫോണിൽ നിന്ന് കമന്റ് ഇട്ട് കൊടുത്ത്. അപ്പൊ എവന്റെ ഫോട്ടോ അതിൽ വന്ന്. അപ്പൊ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തവരിങ്ങൾ അറിയൂല. അപ്പൊ വീണ്ടും ആരിഫ വന്നിട്ട് പറയാണ് ഏതോ ഒരുത്തന് പിന്നെ കമന്റ് ഇട്ട് കൊടുത്തേക്ക് ഏതോ ഒരുത്തനെ കുത്തിരിച്ച് ചീത്ത പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ഇവൻ തന്നെയാ. ആരിഫാന്റെ പച്ച കള്ളത്തിനൊക്കെ മനസ്സിലായോ? ഓള വീഡിയോസിന്റെ താഴെ ഈ എവന്റെ ഫോണിൽ നിന്ന് എവൻ കമന്റ് ഇട്ട് കൊടുത്ത് എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എന്നെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ ഫോണിൽ കമന്റ് ഇട്ട് കൊടുക്കുന്നവര് അവരെ കുടുംബക്കാരാണ്, അവരെ ഭർത്താവിന്റെ കയ്യിലുള്ള ഫോണാണ്, അവരെ സ്വന്തക്കാരെ കൊണ്ട ഇടിപ്പിക്കുന്ന ആരാമാർ ആരും കമന്റ് ഇടൂലാന്ന്. അതേപോലെ തന്നെ എവന്റെ ഫോണിൽ നിന്ന് എവൻ കമന്റ് ഇട്ട് ആരിഫാന്റെ ഫോണിൽ സാബീത്ത് അങ്ങനത്തോള് ഇങ്ങനത്തോള് മറ്റേതാ മറിച്ചേതാന്ന്. അപ്പൊ ഞാൻ അതിന്റെ താഴെ കമന്റ് ഇട്ട് കൊടുത്ത്. പക്ഷെ സത്യത്തിൽ അന്ന് എനിക്ക് യവൻ തന്നെയാന്ന് തന്നെ അറിയേനും. പക്ഷെ അത് യവനല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചും കൊണ്ട് ആരിഫ വീണ്ടും ഒരു വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. പിന്നെയാണ് ഞാൻ കാണുന്നത് അല്ലാഹു തആല ഞാൻ അവരെ വീഡിയോസ് ഒന്നും സെർച്ച് ചെയ്യാനൊന്നും പോയിക്കില്ല. സുപ്രഭാതത്തിൽ എൻ്റെ ഫോണിൽ തന്നെ വലിയ 1 കൊല്ലം മുന്നേ, 1.5 കൊല്ലം മുന്നേ, 2 കൊല്ലം മുന്നേ ഇട്ട വീഡിയോസ് എൻ്റെ ഫോണിൽ ഇങ്ങനെ വരാൻ കാരണമായി. സബ്സ്ക്രൈബ് നമ്മൾ പണ്ടേ ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും യവനാന്ന് തെളിയിച്ച് കിട്ടാൻ വേണ്ടി അല്ലാഹു തആല എനിക്ക് എൻ്റെ ഫോണിൽ വില 2 കൊല്ലം മുന്നേ ഇട്ട വീഡിയോസ് ഇങ്ങനെ എൻ്റെ മുന്നിൽ ഞാൻ ഫോൺ തുറക്കുമ്പോൾ തന്നെ കാണിച്ച് തന്ന് അല്ലാഹു തആല. നിങ്ങൾക്ക് മനസ്സിലാക്കണേ. അപ്പൊ അങ്ങനെ എനിക്ക് മനസ്സിലായി. ഓളം ഫോട്ടോ ഹെഡിങ്ങിൽ വെച്ചിട്ടുള്ള ഫോട്ടോ എന്തേലും വീഡിയോസ് തന്നെ അല്ലാഹു തആല എനിക്ക് എൻ്റെ ഫോണിലേക്ക് എത്തിച്ചത്. ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല, മറ്റവരാണ് മക്കൾ സെർച്ചും ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബിനെ പണ്ടേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പണ്ടേ എനിക്ക് ഇങ്ങനെ അവരെ പഴയ വീഡിയോസ് എല്ലാം വരണല്ലോ, അന്നേരമൊന്നും വന്നിട്ടില്ല. ഇപ്പം തെളിയിക്കാൻ വേണ്ടി അല്ലാഹു തആല എൻ്റെ എനക്ക് എൻ്റെ ഫോണിൽ തന്നെ വന്ന് തന്നതാണ്. അന്നേരാണ് എവനാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക്. അപ്പൊ ഇത് തന്നെ ഈ ചങ്ങായി തന്നെ അങ്ങാരെ 3 പെണ്ണുങ്ങളെയും ഭാര്യനെയും മക്കളെയും 3 മക്കളും ഭാര്യയുള്ള പെണ്ണുങ്ങളെ പിടിച്ചെടുത്തോനല്ലേ അവയാ. മനസ്സിലാക്കണ നിങ്ങള്. ബാക്കി കേക്ക്. എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നത്. നമസ്കാരം. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ നോമ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എനിക്ക് എന്റേതായിട്ടുള്ള എന്റെ വർക്കിന്റെ കാരണത്താലായിട്ട് കുറച്ച് ബിസി. നോമ്പായത് കൊണ്ട് ഓൻ്റെ ഓള് എല്ലാ തരം വീഡിയോസ് ഇടാം. ഓൻ്റെ ആരിഫാനെ കുടുംബക്കാർ വരെ ഉപേക്ഷിച്ചെന്നാണ് ആര് പറഞ്ഞത്? ആരിഫ തന്നെ ചാനൽ വന്നിട്ട് കരയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എൻ്റെ കുടുംബക്കാർ ഞാൻ ചെയ്ത വീഡിയോസ് എൻ്റെ മക്കൾക്ക് ഇട്ട് കൊടുക്കുന്നു, മക്കൾക്ക് ഇട്ട് കൊടുക്കുന്നു, നാട്ടുകാർക്ക് ഇട്ട് കൊടുക്കുന്നു, എൻ്റെ കുടുംബക്കാർ വരെ എന്നെ വെറുത്തുന്ന് ആരിഫ എന്നെ വന്ന് പറഞ്ഞിട്ടില്ല.
റമദാൻ മാസമല്ലേ, അപ്പൊ ഇവർക്ക് തിരക്കും കുറക്കൊന്നല്ല. തിരക്കിന്റെ ഇടയിലും ഓരോ വീഡിയോസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് റീച്ച് കുറയും. പിന്നെ യൂട്യൂബിന്റെ മുതലാളി നിങ്ങളെ ഫോണിലേക്കല്ല നോട്ടിഫിക്കേഷൻ എത്തിക്കൽ കുറയും, വീഡിയോസ് കുറെ ദിവസം ഇടാണ്ടിരുന്നാൽ. അതുകൊണ്ട് ഈ സുന്ദരമായ മുഖം വെച്ചാലാണ് ഡോളർ കയറുള്ളൂ എന്ന് കരുതിയിട്ടാണ് അവൻ വീണ്ടും വന്നത്. അവന്റെ തിരക്കും കുറക്കും ഒന്നല്ല കേട്ടോ, മനസ്സിലാക്കണം നിങ്ങൾ. അത് കാരണം ഞാൻ വിട്ടു നിൽക്കായിരുന്നു. അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടല്ലോ, നിങ്ങൾക്ക് ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ കാണിച്ചതല്ലോ. അപ്പൊ അത് വന്നതുകൊണ്ട് പിന്നെ ഞാൻ എന്റെ ജോലി തിരക്കുണ്ടെങ്കിലും ഞാൻ അതിന്റെ ഒരു അഭിപ്രായം പറയണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ വന്നതാണ്. അഭിപ്രായം പറയാൻ വന്നതല്ല, സത്യത്തിൽ 3-4 ദിവസമായിരിക്കും വീഡിയോ ഇടാത്ത. അപ്പൊ അത്ര ദിവസം വീഡിയോസ് ഇടാണ്ട് നിന്നാൽ ഞങ്ങളെ ചാനലിന് പ്രശ്നം വരും. അതുകൊണ്ടാണ് തിരക്കിന്റെ ഇടയിൽ ഈ സുന്ദരമായ മുഖവും കൊണ്ട് അവൻ ഓടി വന്നത്. ഇനി എന്ത് കളിച്ചാലും ഈ സുന്ദരമായ മുഖം സ്വന്തമാക്കാൻ എനിക്ക് കഴിയൂല, അത് കഴിയൂല. അതുകൊണ്ട് ഈ സുന്ദരമായ മുഖം വെച്ച് വരുന്നതിന് ഇനി കുറച്ച് ഇത്തിരി പുളിക്കും, ഇത് കിട്ടൂല കേട്ടോ. എന്താണ് മുപ്പത്തേരം പറഞ്ഞിട്ടുള്ളത്? എന്നെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആരിഫാനെ കുറിച്ചിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഇതിന്റെ തമ്മിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാടാ, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ. ഇവലെ 1 കൊല്ലം 2 കൊല്ലം മുന്നേയുള്ള വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്ക്, അതിന്റെ താഴെയുള്ള കമന്റുകൾ നിങ്ങൾക്ക് കാണാം. എടാ ഞാൻ എല്ലാം മനസ്സിലാക്കിക്ക്. എടാ എനിക്ക് നിങ്ങളെ നാട്ടിൽ നിന്നും പല ഫോൺ കോൾ എനിക്കുണ്ട്. നീയും നിന്റെ ആരിഫയും എന്താണ് കാട്ടിക്കൂട്ടിയത്, എങ്ങനെയാണ് ആരിഫയും നീയും സ്വന്തമായത് എന്നൊക്കെ എനിക്കറിയാടാ, എനക്കറിയാ. ഇനി എന്നതാക്കണ്ടട്ടാ, എന്നതാക്കണ്ട. നിങ്ങൾക്ക് തെളിവാണെങ്കിൽ ഇവലെ മുന്നേറ്റ വീഡിയോസിൽ നിങ്ങൾ ചെന്ന് നോക്ക്, കമന്റ്. ഇവയില് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തതാണ്. നിങ്ങൾ പിടിച്ചെടുത്തോ, നിങ്ങളെ സ്വാതന്ത്ര്യം, നിങ്ങളെ അവകാശം. പക്ഷേ ഭാര്യയും മക്കളും എന്നുള്ള ആളെ പിടിച്ചെടുക്കുമ്പോൾ ആരിഫാക്ക് പിന്നെ ഭർത്താവ് മുന്നേ പോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഓരോ കബറിലേക്ക്, അള്ളാഹു സ്വർഗം കൊടുക്കണേ റബ്ബേ. പക്ഷേ ഇഞ്ഞ ആരിഫാനെ പിടിച്ചെടുക്കുമ്പോൾ ആരിഫാക്ക് പിന്നെ ഭർത്താവില്ല. നീ ഇന്റെ ഓളും മക്കൾ എന്താകുന്നുണ്ട് നോക്കടാ. ഇനി ആ ഭാര്യയും മക്കൾ എങ്ങനെയാ ജീവിക്കുന്നത് നീ നോക്കടാ. ഇനി ബാക്കി അവൻ പറയുന്ന കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ സോഡിയം കുറഞ്ഞതാണ് ഈ കുടുംബക്കാർ പറയുന്നുണ്ടെങ്കിലും മുഴുവൻ എന്റെ സോഡിയം കുറഞ്ഞതാണെന്ന് എന്റെ കുടുംബക്കാർ ഇവനോട് പറഞ്ഞോ? പച്ച നുണയല്ലേ അവൻ പറയുന്നത്? റമദാൻ മാസമല്ലേ, ഈ റമദാൻ മാസം പച്ച നുണയല്ലേ പറഞ്ഞതവൻ. ഇവനിക്ക് കുരുപൊട്ടി മക്കളെ, കുരുപൊട്ടി. ഇത് പണ്ടങ്ങാനുള്ള വീഡിയോസ് കുറെ വില വീഡിയോസ് തന്നെ, പണ്ടങ്ങാനുള്ള വീഡിയോസ് കുറെ ആൾക്കാരൊന്നും കണ്ടില്ല. പിന്നെയാണല്ലോ നമ്മൾ കുറെ ആൾ അറിഞ്ഞു വരുക. അപ്പൊ ഈ അറിഞ്ഞു വന്ന് ഇവനെ സ്നേഹിക്കുന്നവര് എന്റെ വാക്കു കൂടി ഇവൻ വേറൊരു പെണ്ണിനെയും മക്കളെയും പിടിച്ചെടുത്ത ആളാണെന്നും വേറെ പെണ്ണിനെയും മക്കളും ഉള്ള ഭർത്താവാണെന്നും എന്നിട്ടാണ് ആരിഫാനെ പിടിച്ചെടുത്തതെന്നും ഇവലെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് കേട്ടുപോയില്ലേ ഞാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് അവൻ സോളിയം കുറഞ്ഞു എന്ന് അവൻ പറഞ്ഞു. എന്റെ കുടുംബക്കാർ അവന്റെ കയ്യിലാണോ? ഇവനങ്ങ് ഏതോ മലപ്പുറം ഏതോ ജില്ലയിൽ എന്റെ കുടുംബക്കാർ അവന്റെ കയ്യിലാണോ? അല്ലെങ്കിൽ എന്റെ നാട്ടുകാർ എന്റെ കുടുംബക്കാർക്കും അറിഞ്ഞൂടെ എനക്ക് സോളിയം കുറഞ്ഞിട്ടില്ല എന്ന് അവന്റെ പച്ച നുണയാന്ന്. ആരിഫ, നിന്റെ വീഡിയോസും എല്ലാവരുടെ വീഡിയോസും എന്റെ പരിസരമുള്ളവരും കുടുംബക്കാർ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിങ്ങളെ വീഡിയോസും കാണുന്നുണ്ട്, എന്റെ വീഡിയോസും കാണുന്നുണ്ട്. പച്ച നോണ നിങ്ങൾ വിളിച്ചു പറയുമ്പോ എന്റെ നാട്ടുകാർക്കും കുടുംബക്കാർക്കെല്ലാം അറിഞ്ഞൂടെ എന്തൊക്കെ സോളിയം കുറഞ്ഞിക്കോ ഇല്ലയോ എന്നുള്ള. നിന്റെയും നിന്റെ ആരിഫാന്റെ എല്ലാം വീഡിയോസ് എന്റെ നാട്ടുകാരും എന്റെ കുടുംബക്കാരും തന്നെ പിന്നെ എന്റെ ഫോൺ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ആ ഷെയർ ചെയ്ത് തരുന്നോലിക്ക് അറിഞ്ഞൂടെ ഇനി പച്ച നോണയാ പറയുന്നതെന്ന്. ഇറക്കങ്ങനെ സോളിയം കുറഞ്ഞിക്ക പറയുന്നേക്കണം മക്കൾ. ഏതെങ്കിലും വിളിച്ച് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്ന ഈ സുന്ദരമാകോ മുഖം വെച്ചിട്ട് ഡോളറിന് വേണ്ടിയിട്ട് പച്ച നോണ പറയുന്നത് കേൾക്കുങ്ങള്. കേട്ടാലും സംഗതി തരുള്ളൂ. നാട്ടുകാർ മൊത്തം പറയുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ തന്നെ. നമ്മളിപ്പോ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ സംവിധാനം പറ്റിയിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരന്റെ വെറുതെ ഒരു ആവേശന്റെ പുറത്ത് തുള്ളനാടുന്നുണ്ട്. പക്ഷെ ഇത് ആവേശം തന്നിട്ടത് മുഴുവൻ തന്നെയാണ്. എടാ ഞാന് തുള്ളിക്കളിക്കുന്ന മരപ്പട്ട, ഞാൻ തുള്ളിക്കളിക്കുന്ന ആവേശം കൊണ്ടാവാ അല്ലേ വട്ട് കൊണ്ടാവാ, അങ്ങനെ ആയിക്കോട്ടെ. എടാ ഇനി സിനിമയിലേക്ക് എത്ര പൈസയും കൊടുത്തിട്ടാണ് സിനിമ കാണുവാൻ പോന്നേ അല്ലേ? സീരിയൽ ഇനി കാണുവാൻ പോകുന്നില്ല, സിനിമ കാണുവാൻ പോകുന്നില്ല. എന്തിനാ സിനിമ കാണാൻ പോകുന്ന? എന്റെ കുടുംബക്കാരെ കാണുവാനാ സിനിമ ടാക്കീസ് പോന്നെ. തിരി കളി തമാശ കോമഡി ബെക്കൊക്കെ മറ്റുള്ള കളി തിരി തമാശ കേൾക്കുക കാണുവാനല്ലേ സിനിമ ടാക്കീസ് പോന്നെ. ഇഞ്ച ഫാമിലിയും എല്ലാവരും കൂടിയിട്ട് അല്ലേ? അതുപോലെ ഇത്തിരി തമാശ കളി കോമഡി ഒരു വെറൈറ്റി ഡാൻസാ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോട്ടെ, എനിക്ക് വട്ടാണെന്ന് ഇനി പറഞ്ഞല്ലോ,
ആയിക്കോട്ടെ. വട്ടുകൊണ്ട് എന്റെ ശരീരത്തോട് കൂടിയിട്ടല്ലേ സോളിയം കുറഞ്ഞാലും വട്ടായാലും ആവേശായാലും എന്റെ ശരീരത്തോടല്ലേ ഞാൻ ചെയ്തിട്ടുള്ളടാ. എടാ ഇഞ്ഞപ്പോലെ കണ്ട ഭാര്യനെയും മക്കളെയും വെച്ചിട്ട്, സ്വന്തം ഭാര്യനെയും മക്കളെയും വെച്ചിട്ട് ഇനി ആരിഫാനെ പിടിച്ചെടുത്തിക്കില്ലടാ. എടാ അതിലോളം പെറ്റ് ദുനിയാവിലും ആഹ്റത്തിലും ഇല്ലടാ. ആ മക്കളെങ്ങനെ കഴിയുന്ന, ആ ഭാര്യ എങ്ങനെ കഴിയുന്ന നോക്കടാ. എടാ ഇനി വീണ്ടും വീണ്ടും വീഡിയോ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇന്റെ പറയിപ്പിക്കണ്ടടാ. എന്നെ കാണുന്നവർക്കും എന്റെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം അത് ഇത്തിരി തമാശയാണ്, കോമഡിയാണ്, അല്ലെങ്കിൽ വട്ടാണെന്ന് ഒരു കരുതുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. നീ കണ്ട പെണ്ണുങ്ങളെയും പിടിച്ചും കണ്ട സ്വന്തം ഭാര്യനെയും മക്കളെയും വെച്ചിട്ട് ഇനി ആരിഫാനെ പിടിച്ചെടുത്തിട്ട് ഇനി സുഖിക്കുമോ? ഒക്കെ പ്രത്യേകം ഭർത്താവില്ലാത്തതാണല്ലോ. സുഖിച്ചിട്ട് ഇനി കൈ നേരം അത് ഏറ്റവും ദുനിയാവിൽ ആഹത്തിൽ തെറ്റാടാ. ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോളി നിങ്ങളവന്റെ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയുന്നത്. പല നിന്റെ വീടിന്റെ അടുത്തുനിന്ന് പല ഭാഗത്തുനിന്ന് നിന്നെയും നിന്റെ ഫാമിലിനെയും അറിയുന്നവർ എന്നൊക്കെ ഫോൺ കോൾ ഉണ്ടടാ. ഞാൻ എന്റെ വീഡിയോസ് ഫോൺ കോൾ കാണിച്ചു തരട്ടെ. എനിക്ക് ഉണ്ടടാ. പല ആൾക്കാരും ഇന്നെ കൊണ്ട് പറഞ്ഞതാടാ. മനസ്സിലായോ? എനിക്ക് ഇനി പിടിച്ചെടുത്തതാണെന്ന്. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട, വെറുതെ ഇനി ചൊറിയാൻ വരണ്ട. ഞാൻ ഡാൻസ് കളിച്ചാലും ഞാൻ ആവേശത്തിനിറങ്ങിയാൽ അത് എന്റെ ശരീരത്തോടല്ലേ ഞാൻ കളിക്കുന്നത്. എടാ സിനിമയിൽ എത്ര മുസ്ലിങ്ങൾ ഉണ്ടടാ സിനിമയിൽ അഭിനയിക്കുന്നത്. അതെല്ലാം കാണുവാൻ ഇനി ടിക്കറ്റ് കൊടുത്തിട്ട് പോകുന്നില്ലേ കാണാൻ? എന്തിനാ കാണാൻ പോന്നെ? ഇഞ്ച ഉപ്പയോ ഉമ്മയോ പങ്ങളാറ്റ അത് അഭിനയിക്കുന്നത് എല്ലാലോ. വേണ്ടാത്ത ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടാ. വിവരം കേട്ടോനെ മുത്തുമണികളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. സാബീത്ത കളിക്കുന്നുണ്ട്, സാബീത്താന്റെ ചരിത്രമാണ്. ഇനി ഈ സാബീത്താന്റെ വീഡിയോസിന്റെ താഴെ നിങ്ങൾ കമന്റ് കാണൂ. കമന്റ് കാണുന്നത് ചിലപ്പോ എന്നെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവരെ കയ്യിലെല്ലാം പ്രത്യേകം യൂട്യൂബർക്ക് 3-4 ഫോൺ ഉണ്ടാവും കയ്യിൽ. എനിക്കും 2 ഫോണുണ്ട്. അപ്പൊ അവരെ ഫോണൊന്നും അവരെ മക്കളെ ഫോണൊന്നും അവരെ കുടുംബക്കാരുടെ ഫോണൊന്നുമാണ് ഇവർ കമന്റ് ഇടിപ്പിക്കുന്നത്. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഓലെ ഫോണിൽ കമന്റ് ഇടിപ്പിക്കുന്ന. അല്ലാണ്ട് മുത്തുമണികൾ നമ്മളെ കാണുന്ന ലോക സബ്സ്ക്രൈബർ മുത്തുമണികൾ ഒരാളും മോശമായിട്ട് കമന്റ് ഇടൂല. എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഇനിയിപ്പോ ഒരുപാട് പിന്നെയും കമന്റ് കാണും. എന്ത് തള്ളച്ചി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അത് എവനെ പോലത്തെ പോലെ ഫോൺ ഇടുന്നതാണ്. എന്റെ കയ്യിൽ തന്നെ 3-4 ഫോണ് കേട്ടോ. അപ്പൊ മനസ്സിലാക്ക്. ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാനിപ്പോ പുള്ളിക്കാരത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു, പുള്ളിക്കാരത്തെ എന്നെ കുറിച്ചിട്ടും പറഞ്ഞു. അത് അവിടെ വെച്ചിട്ട് നിർത്തണം. അത് എന്നെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ആരിഫാനെ കുറിച്ച് അവിടെ വെച്ച് നിർത്തണം. ഞാൻ നിർത്തൂല. എന്നെ കൊണ്ട് നുണ വിളിച്ച് പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് നുണ വിളിച്ച് ഞാനടാ നിങ്ങളെ ഗ്രൂപ്പിലുണ്ടടാ. എടാ നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനുണ്ടടാ ഇഞ്ച ഗ്രൂപ്പില്. ഇനി തെളിയിക്കണടാ. അത് ഇനി തെളിയിക്കണം. ഇഞ്ച ഗ്രൂപ്പിലുണ്ട് ആരിഫ. ഓള് ആരിഫ പിടിച്ചെടുത്ത ആരിഫ എന്തെന്നാ പറഞ്ഞത്? എന്റെ ഗ്രൂപ്പിൽ സാബീത്ത ഉണ്ടേനു. എന്നെ എന്തിനോട് സാബീത്താന്ന് വിളിക്കേണ്ട ആവശ്യം? എന്റെ 10-15 വയസ്സിന്റെ മൂത്തതാ ഓള്. എനിക്ക് 55 വയസ്സും കൂടി എനിക്ക് അയക്കില്ല. ഓളെ വയസ്സ് എത്രയാ? സർട്ടിഫിക്കറ്റും എന്റെ സർട്ടിഫിക്കറ്റും കാണിച്ചു വരുവാൻ പറ. മക്കളെ നിങ്ങള് സത്യം സാബീത്ത രേഖ സഹിതം സാബീത്ത കീയുള്ളൂ. മനസ്സിലായോ? ഇഞ്ഞപ്പോലെ അതും ഇതും വിളിച്ചു പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നല്ല ഞാൻ ചെയ്യാ. ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യുന്ന ആളേ അല്ല. എന്നെ കൊണ്ട് എന്തിനു പറയേണ്ട ആവശ്യം? പച്ച നുണ വിളിച്ചറിഞ്ഞില്ലേ? നിങ്ങളെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. അത് തെളിയിക്കുന്ന കാലം വരെ ആരിഫ് എന്നാ വിളിച്ചറിഞ്ഞ ഞാൻ ആരിഫാന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ടോളെ മാപ്പെണ്ണെ കൊണ്ട് അങ്ങേ അറ്റം പറഞ്ഞ് പലരെ കൊണ്ടും പറഞ്ഞിട്ട് പലരും ആ ഫോണിൽ തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞതാണ്. ആരാടാ എന്റെ ഫോണിലുള്ളത്? ആരാടാ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലുണ്ടണടാ? തെളിയിക്കണടാ. തെളിയിക്കുന്നത് വരെ ഞാൻ വീണ്ടും വീണ്ടും പറയും. നീ അവിടെ വെച്ച് നിർത്തി എന്ന് പറയണ്ട. നുണ ഈ ലോകത്തോട് നുണ വിളിച്ച് പറയുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഞാൻ. അത് നിങ്ങൾ എന്ത് ചെയ്താൽ ഞാൻ പ്രതികരിക്കും. എന്നെ കൊണ്ട് നുണ പറയാൻ പാടില്ല. സാബീത്ത നുണ പറയുന്നില്ല കേട്ടോ. സാബീത്ത സത്യം പറയുന്നുള്ളൂ. ഇങ്ങനെ കണ്ട ചെറ്റകളെ സംസാരമൊന്നും ഞാൻ വീഡിയോസിൽ ഇടലില്ല. ഈ ബജ്ജി വിവരയില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടല്ലോ അന്ന് വിളിച്ചു കൂവുന്ന്. ഇങ്ങനെ കണ്ട വിവരയില്ലാത്ത വീഡിയോസ് ഞാൻ ചെയ്യലില്ല. ഇനി അതവേ ഞാൻ അവരെ ഫോട്ടോ വെച്ച് ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ട് ഞാൻ ആരെ കൊണ്ടും ചെയ്യലുള്ളൂ. കുറ്റം പറഞ്ഞിട്ട് എനിക്ക് ഡോളർ വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇനി മനസ്സിലാക്കണം. ഒരു വീഡിയോ ചെയ്തു, കുറിച്ചിട്ട് കാണാൻ നോക്കി. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ അവിടെ തീർന്നേ. പിന്നെ ഇതിന്റെ പിന്നെ അവിടെ വെച്ചിട്ട് എങ്ങനെ തീരുവാ? നൊണ്ണ പറഞ്ഞത് തെളിയിക്കണം. ഫോൺ നമ്പർ എന്റെ കയ്യിലില്ലേ? ഇനി വോയിസ് ഇട്. ഞാൻ ലോകത്ത് കാണിച്ചു കൊടുക്കട്ടെ. ഇനി വീഡിയോസ് വോയിസ് ലോകത്ത് വിടട്ടെ. ഞാൻ ഇഞ്ഞിട്. എന്നെ കൊണ്ട് പൊരുത്തപ്പെടിക്കണം. ഞാൻ എന്റെ ഗ്രൂപ്പിലുണ്ടോ? എനിക്ക് 65, 75, 85 വയസ്സിന് നുണ വിളിച്ചു പറഞ്ഞില്ല. എന്നെ കൊണ്ടൊക്കെ പ്രശ്നമില്ല മക്കളെ.
കാരണം വെച്ചാൽ നിങ്ങൾ എത്രയോ ആയിക്കോട്ടെ. എന്തായാലും ആരിഫാൻ അത്ര വയസ്സില്ല എന്ന് എല്ലാവർക്കും അറിയാം. എടാ, ഞാൻ അങ്ങനെ ആവേശത്തിനും കീവേശത്തിനും ഞാൻ അങ്ങനെ ചെയ്യുന്നതാണെങ്കിലും വട്ടാണെന്നാ ഇനി അവൻ പറയുന്നേ. അതെന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ. വട്ടാണെന്നാ പറയുന്നേ. അപ്പൊ ആയിക്കോട്ടെ, വട്ടാണ് വട്ട്. പിന്നെ ആവേശം ഞാൻ തുള്ളിക്കളിക്കുന്നു അല്ലേ? തുള്ളിക്കളിക്കുന്ന ഇതന്നെ പൂവെല്ലാം വെച്ച് ഒരു വെറൈറ്റി ഡാൻസ്. സിനിമ കാണാൻ പോകുന്നില്ലേ? സീരിയല്, കോമഡി, മിമിക്രി എന്തെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഇത്തിരി കോമഡിയും തമാശയല്ല. അങ്ങനല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ കണ്ട ആളിനെ പിടിച്ചെടുത്തതല്ല. എടാ ഇഞ്ഞപ്പോലത്തെ ഓന ഞാൻ പിടിച്ചെടുത്തല്ലോ. കേരളത്തിൽ ഫോൺ ഇറങ്ങിയ ഉടനെ എന്റെ കയ്യിൽ ഫോണിന്റെ ഏറ്റവും വലിയ പൈസക്കാരന്റെ കയ്യിൽ ഒന്നോ രണ്ടാളെ കയ്യിലെ ഫോണുള്ളൂ. എന്റെ കയ്യിൽ ഫോണുണ്ടടാ. പിന്നെ എത്ര റോങ് നമ്പർ തന്നിക്കടാ എന്നെ പ്രേമിക്കാൻ വേണ്ടി. ഏട്ടാ, ഞാൻ ഇന്നും എന്റെ അഷർക്കാന്റെ കൂടെ ഉണ്ടടാ. ഇന്നെപ്പോലെ പിടിച്ചെടുത്തിക്കില്ല. ഇനി പിന്നെയും പറയിപ്പിക്കണ്ട. എന്നെ കൊണ്ട് നുണ പറഞ്ഞ് നിനക്ക് തിരിയണം മക്കളെ, എനക്ക് തിരിയണം. അവനും പറഞ്ഞു പിന്നെ റമളാൻ മാസം. ഈ റമളാൻ മാസം ഇനി എന്നെ കൊണ്ട് എനക്ക് സോളിയം കുറഞ്ഞു പോയിക്കുന്നു വട്ടാന്നു ഇതെല്ലാം നുണ വിളിച്ചു പറഞ്ഞ് റമളാൻ മാസം അല്ല. നിങ്ങൾക്ക് എന്തും കാണിക്കാം, എന്തും ചെയ്യാം. അതുപോലെ വീഡിയോസ് കാണുന്നോലിക്കും എല്ലാ തരവും കാണാം. അതിന് റമളാൻ മാസവും ഇല്ല, ഒന്നുമില്ല. ഞാൻ വീഡിയോസ് ഇടാറ്, ഞാൻ ഡാൻസ് കളിക്കരുത്. അല്ല, ഞാൻ ഡാൻസ് കളിച്ചിക്കുള്ളൂ. അത് ഇനി പറയുമ്പോൾ ചിലപ്പം വട്ടായിപ്പോട്ടെ, പല വട്ട് കൊണ്ടാവാം, അല്ലെങ്കിൽ ആവേശം കൊണ്ടാവാം. ഞാൻ ഒരാളെ പിടിച്ചെടുത്തിക്കില്ലാടാ. ഭാര്യനെയും മക്കളും ചെന്നോക്കടാ. ഭാര്യനെയും മക്കളും ചെന്നോക്കടാ. ഇനി ഓരെങ്ങനെയാ ഉള്ളതെന്ന് നല്ലോണം കൊടുത്തില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇനി പറയിപ്പിക്കണ്ട. അവസാനിപ്പിച്ച വീഡിയോ അവസാനിപ്പിച്ച. അതുപോലെ കേൽ ബജ്ജി എന്ന് പറയുന്നോളെ ഇനിയും മനസ്സിലാക്കിക്കാം. എന്നെ കൊണ്ട് പിന്നെയും വീഡിയോസ് ചെയ്യിപ്പിക്കണ്ട. എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമല്ല. ഒരാളെ കൊണ്ട് കുറ്റവും കുറവും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇഷ്ടമല്ല എനിക്ക്. ഞാൻ അങ്ങനെ ചെയ്യലുമില്ല. ഞാൻ അങ്ങനെ ആരെങ്കിലും തമ്മാമ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതികരിച്ച് അത് നല്ല രീതിയിലാക്കിയില്ല. ഞാൻ എന്തിനാ മക്കളെ നിങ്ങൾ പറയുന്നത് അങ്ങനെ ഇങ്ങനെ എന്നല്ല, നല്ലതേ ഞാൻ പറഞ്ഞ് വീഡിയോസ് ചെയ്യലുള്ളൂ. കുറ്റം കുറവ് ഞാൻ പറഞ്ഞ് ചെയ്യലില്ല. വിവരം കേട്ടോലെ. ആരിഫ നല്ലൊരു ഭർത്താവിനല്ലേ ഓൾ ആദ്യം വിചാരിച്ചു ഭർത്താവാണെന്ന് ഞനക്ക് മനസ്സിലാവൂലാന്ന്. അവിടെയാ പോയ ഈ ഭർത്താവാണ് ഓളെ ഭർത്താവ് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവൂല എന്നാ വിചാരിച്ചത്. ആരിഫ പറയുകയും ചെയ്തു എന്റെ ഭർത്താവ് ഏതാന്ന് പോലും അറിഞ്ഞൂടാ, അതിന്റെ കാര്യം അറിഞ്ഞൂടാ. പക്ഷെ അള്ളാഹു താല എന്റെ വീഡിയോസ് ഞാൻ ഫോണ് തുറക്കുമ്പോൾ തന്നെത്താനെ വല്ല പണ്ടേ ഉള്ള വീഡിയോസ് കാണാൻ എന്റെ ഫോൺ അള്ളാഹു താല കാണിച്ചു തരുന്നത്. അന്നേരം ഞാൻ വീഡിയോസ് ചെയ്യുന്ന പറഞ്ഞ് വീഡിയോസ് ചെയ്തിക്കോ ഇല്ലെന്ന് നമുക്ക് ഓർമ്മയില്ലേ അവനെ പറ്റിയിട്ട്. മനസ്സിലായ? ആരിഫാനെ പറയുന്നത്. ആരിഫ എടാ, ആദ്യത്തെ ഓളയും മക്കളും ചെന്നോക്കടാ ഇനി. എടാ, അതിലും വലിയ തെറ്റൊന്നുമില്ല. സാബീത്തെ വീട് നൊടിയെന്ന് പറഞ്ഞത് ഇനി നോക്കണ്ട. അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് ദുനിയാവ് ആഹിറും വേണമെങ്കിലില്ലേ, ഞാൻ 2-3 മക്കളെ ഓളയും ചെന്ന് നോക്കി. ഇനി കണ്ട പെണ്ണുങ്ങളെയും പിടിച്ച് കൂട്ടിയിട്ട് ഇനി ഇങ്ങനെ വീഡിയോ ചെയ്യലല്ല, പൈസ ഉണ്ടാക്കലല്ല. ഇനി ഞാൻ തുള്ളിക്കളിക്കുന്ന എനക്ക് സോളിയം കുറഞ്ഞിരിക്കുന്നത് അതായിക്കോട്ടെ. അത് എന്റെ ശരീരത്തോടെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാനൊരു വേറൊരു കുറ്റം ചെയ്യുന്നില്ലാലോ. ഞാൻ കണ്ട പോലെ ഞാൻ ചെയ്യുന്നില്ലാലോ അല്ലേ? എടാ, വിവരം ഉണ്ടടാ. എനിക്ക് കേൾക്കുന്നോലും മനസ്സിലായി. അത് നിങ്ങൾ കമന്റ് ഇട്ട് കൊടുക്കണം. സാബീത്താനോ തടിയോടല്ലേ ചെയ്യുന്നത്. നിങ്ങൾ കണ്ട ഓളെ മക്കളുള്ള ഭാര്യനെ ഉപേക്ഷിച്ചിട്ടല്ലേ ഇനി കണ്ട പെണ്ണിനെ പിടിച്ചെടുത്തെന്ന് ചോദിക്കണം, കമന്റ് ഇടണം. ഓന്റെ വീഡിയോസിന്റെ തായ എന്നെ കുറ്റപ്പെടുത്തി കമന്റ് ഇടുന്നതും എന്റെ വീഡിയോസിന്റെ തായ എന്നെ കുറ്റപ്പെടുത്തി കമന്റ് ഇടുന്നതും 2 ഫോണിലും എന്നെ കുറ്റപ്പെടുത്തി കമന്റ് ഇടുന്നത് അത് എവലെ ഫോണിൽ തന്നെയാ, വേറൊരാളല്ല. എവലെ ഫോണിൽ മക്കളെ ഫോണുണ്ട്, എവലെ കയ്യിൽ തന്നെ 2-3 ഫോണുണ്ട്. ആരിഫാക്കും ഉണ്ട്, എവനിക്കും ഉണ്ട്. അതിൽ നിന്നെല്ലാണ് കമന്റ് വരുന്നത്, അല്ലാണ്ട് പുറത്തുള്ള ഒരാളും അല്ല. മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ മക്കളെ, അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കളിച്ചോ. വീണ്ടും അവന്റെ ചരിത്രം പറയിപ്പിച്ചാന്ന് അവൻ പറഞ്ഞ ഞാൻ അവിടെ വെച്ച് നിർത്തണമെങ്കിൽ ഞാൻ ഇന്റെ ഗ്രൂപ്പിലുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം, തെളിയിക്കണം. എന്നെ ആരാ ഗ്രൂപ്പിൽ നിന്ന് പിരിച്ചു വിട്ടെന്ന് തെളിയിക്കണം എനിക്ക്. തെളിയിക്കണം. അതുകൊണ്ട് എന്നോട് തൊട്ട് കളിക്കണ്ട. എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചില്ലെങ്കിൽ ഈ മാപ്പിളയും വീടറും കേൽ ബജ്ജും പല ഉസ്താദും എന്നെ കൊണ്ട് പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുനിയാവാഹിറും കിട്ടൂല. വെറുതെ അതും എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്ട് എന്തല്ലോ പറയാൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഓക്കെ. അതുകൊണ്ട് പൊന്നുമോനെ, സോളിയം കുറഞ്ഞിട്ടുണ്ടെങ്കിലോ ബട്ടാണെങ്കിലും അത് എന്റെ ശരീരത്തോടെ ഞാൻ തുള്ളി കളിക്കുന്നുള്ളൂ. നിന്നെപ്പോലെ മറ്റുള്ള ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് കണ്ട ആളെ കൂടിയൊന്നും ഞാൻ പുറത്തേക്കില്ല, ഞാൻ പിടിച്ചെടുത്തക്കൂല്ല കേട്ടാ. അതുകൊണ്ട് മനസ്സിലാക്കുക. ഇവൻ എന്ത് സത്യം അറിഞ്ഞിട്ടാ സാബീത്ത് പറയുന്നതെന്ന് ഇവൻ ചോദിക്കുന്നത്. സാബീത്താണൊന്നും ഇനി വിളിക്കേണ്ടിയില്ല കേട്ടോ. എന്റെ വയസ്സിന്റെ എല്ലാം മൂത്ത തന്നെയാ. പക്ഷേ എല്ലാം ഞാൻ അറിയടോ. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഫോൺ കോളിൽ പറഞ്ഞിരിക്കണ്ട എന്നോട്. ഞാൻ നല്ല രീതിയിൽ പറയുന്ന ആളാ. വീഡിയോസ് കണ്ടിട്ടും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കും, നിങ്ങൾ എന്താണ് സാബീത്ത നിങ്ങൾ അവരെ കൊണ്ട് നല്ലത് പറയുന്നത്,
ഇത് ഇവരെ കൊണ്ട് മാത്രമല്ല വേറെ ആളൊക്കെ ഉണ്ടോ, അവര് ഇന്നയാളെ പിടിച്ചെടുത്തതാണ്, ഇന്നയാളാണ്, ഞങ്ങളെ വീടിന്റെ അടുത്താണ്, ഞങ്ങളെ വീടിന്റെ അരിയത്താണ്, ഞങ്ങൾക്ക് അറിയുന്ന ആളാണ്, ഇതെല്ലാം തന്നെ പറഞ്ഞ് എനിക്ക് കോള് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയിപ്പിക്കണ്ട, അധികം പറയിപ്പിക്കണ്ട. നിങ്ങളല്ലേ എന്റെ വീഡിയോസ് ആദ്യം ചെയ്തെടുത്തത്. ഈ ആരിഫാന്റെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഇല്ല, എന്നോട് വിളിച്ചു പറഞ്ഞൂടേനാ. എന്നിട്ട് ആരിഫ് എന്തെന്നാ ഫസ്റ്റ് ഫോൺ ഇട്ട വീഡിയോ ഇട്ടത്, ഇങ്ങനെ തുള്ളി കളിച്ചാൽ അവളെ സംബന്ധക്കാർ കാണൂലേ, എന്റെ മക്കളാണെങ്കിൽ ഫോണ് കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ചേറ്റ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടാവും ആരിഫ പറഞ്ഞു. അന്നെ അതിലും അഭിമാനപ്പെടുത്തിയിട്ടല്ലേ അവള് പറഞ്ഞത്. എന്റെ സംബന്ധക്കാർ പോലും അങ്ങനെ ചിന്തിക്കാത്തത് പോലും ഓളെ കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള കാരണമല്ലേ ഈ ആരിഫ് ഉണ്ടാക്കിയത്. അങ്ങനത്തെ ആരിഫാന്റെ മക്കള് ഈ എവനെ പിടിച്ചെടുത്തതിന് ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നില്ല. എടോ, സ്വന്തം തെറ്റും സ്വന്തം കാര്യവും അന്ന് ആദ്യം ചിന്തിക്കടോ, എന്നിട്ട് പറയ എന്നെ പറയുന്നത് കേട്ടോ. നിങ്ങൾ അള്ളാന്റെ മുന്നിൽ നിങ്ങൾ ദുനിയാവിൽ ആഹൃത്തിൽ അള്ളാഹിനോട് ഉത്തരം പറയണം നിങ്ങള്. നിങ്ങൾ പറഞ്ഞ മക്കളെ, അതുകൊണ്ട് എന്നോട് തൊട്ട് കളിക്കണ്ട കേട്ടാ.